മനസാക്ഷിയുള്ള ഏതൊരാളുടെയും ഒരു ആശ്വാസ വാർത്തയായിരുന്നു പെരുമ്പാവൂരിലെ ദരിദ്ര കുടുംബത്തിലെ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന ജിഷ എന്ന പെൺകുട്ടിയെ വളരെ പൈശാചികമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്ന അമീർ ഇസ്ലാം എന്ന ആ നരാധമനെ വധശിക്ഷയ്ക്ക് വിധിച്ച ഹൈക്കോടതി വിധിയെ സർവാത്മന ഏവരും സ്വാഗതം ചെയ്തുവെങ്കിലും പ്രതിക്ക് മേൽക്കോടതിയിൽ അപ്പീലിനായി പോകുവാനുള്ള പഴുതുകളുണ്ടെന്നുള്ളത് ഏറെ നിരാശയുമുള്ളതാണ്. പലപ്പോഴും പ്രമാദമായിട്ടുള്ള പല കേസുകളിലും കുറ്റക്കാർക്കെതിരെ കീഴ്ക്കോടതി ശിക്ഷ വിധിച്ചാലും കാശുള്ളവനാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി വലിയ വലിയ വക്കീലന്മാരെ വെച്ച് മേൽക്കോടതിയിൽ കേസ് വാദിച്ച് കുറ്റവിമുക്തരായി പുറത്തിറങ്ങി നടക്കുന്നതൊക്കെ നാം ഏറെ കാണാറുണ്ട്. ഈ കേസിലും ഇങ്ങനെ സംഭവിക്കുമെന്ന ആശങ്കയില്ലാത്തവരില്ല. കാരണം കേരളം കണ്ട പല പ്രമാദവും വിവാദവുമായിട്ടുള്ള പല കേസുകളിലും മുന്തിയ പണം കൈപ്പറ്റുന്ന വക്കീലന്മാരെ വെച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയുമെല്ലാം പ്രതികൾക്ക് വേണ്ടി പണം കൈപ്പറ്റി പിന്നാമ്പുറത്തു നിന്നും പണിയെടുക്കുന്ന ധാരാളം പേരിവിടുണ്ട്. എങ്കിലും ആരും തുണയില്ലാത്തവർക്ക് പലപ്പോഴും കോടതി ഒരു തുണയായി മാറുന്നുണ്ടെങ്കിലും നമ്മുടെ നിയമ വ്യവസ്ഥിതി അപ്പാടെ മാറേണ്ടതാണെന്ന അഭിപ്രായമുള്ളവരാണ് ഭാരതത്തിൽ ഏറിയ പങ്കും ജനങ്ങളും. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ 21 വരെയാണ് പൗരന്മാരുടെ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമത്തിന് മുമ്പാകെ സമത്വം, മത, വർഗ, ജാതി, ലിംഗ, ജന്മസ്ഥല വിവേചന നിരോധനം, അവസര സമത്വം, തൊട്ടുകൂടായ്മ, നിർത്തലാക്കൽ, സംസാര സ്വാതന്ത്ര്യം സംബന്ധിച്ച ചില അവകാശങ്ങളുടെ സംരക്ഷണം തുടങ്ങിയവയാണ് പ്രധാനമായും മൗലിക അവകാശങ്ങളായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ഓർഡിനൻസുകൾ ഇവയെല്ലാം മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാകാൻ പാടുള്ളതുമല്ല. ഇതൊക്കെ മുൻനിർത്തിയാണ് നമ്മുടെ രാജ്യത്തെ കോടതിയുടെ ശിക്ഷാ നയ രീതി മാറണമെന്ന് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ശിക്ഷാ നയം രൂപീകരിക്കുവാൻ ഒരു പ്രത്യേക കമ്മീഷൻ തന്നെ രൂപവൽക്കരിക്കുവാനാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരേ കുറ്റത്തിന് തന്നെ കീഴ്ക്കോടതി വിധിക്കുന്ന ശിക്ഷ അത് തന്നെ ആവണമെന്നില്ല മേൽക്കോടതികൾ വിധിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പീലിനായി മേൽക്കോടതിയിൽ പോകുമ്പോൾ ശിക്ഷ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഓരോ ന്യായാധിപനും നിയമത്തിൻ്റെ കണ്ണിലൂടെ ഓരോരോ കുറ്റകൃത്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതനുസരിച്ചാണ് ശിക്ഷയ്ക്ക് വ്യത്യാസവും വരുന്നത്. മറ്റു പല രാജ്യങ്ങളിലുള്ള പോലെ ഒരേ കുറ്റങ്ങൾക്ക് ഒരേ ശിക്ഷ എന്ന രീതി നമ്മുടെ രാജ്യത്തിനില്ല. അഥവാ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുവാനുള്ള വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുള്ള ഒരു ശിക്ഷാ നിയമം നമുക്കില്ല. ഓരോ ജഡ്ജിമാരുടെയും ഇഷ്ടപ്രകാരം ശിക്ഷ വിധിക്കുന്ന ആ ഇപ്പോഴത്തെ രീതി മാറണമെന്നാണ് കോടതി ഇപ്പോൾ അഭിപ്രായപ്പെട്ടത്. നിലവിൽ നിയമത്തിൽ പറയുന്ന ശിക്ഷകളിൽ ഏത് നൽകണമെന്നത് ജഡ്ജിയുടെ ഇഷ്ടത്തിന് വിടുന്നൊരു സമ്പ്രദായം അത് അവസാനിപ്പിക്കണമെന്ന് കോടതി ഇപ്പോൾ പറയാനുള്ള സാഹചര്യം ബീഹാറിൽ കഴിഞ്ഞ ദിവസം ഒരു വിചാരണ കോടതി വിധിച്ച വിധിയാണ് അതിനുള്ള കാരണം. ഒരു പോക്സോ കേസിലെ പ്രതിക്ക് വിചാരണ പൂർത്തിയായ അന്ന് തന്നെ വധശിക്ഷ വിധിച്ച സംഭവമാണ്. പ്രതിഭാഗത്തിന് വാദങ്ങൾ നടത്തുവാൻ സമയം അനുവദിച്ചില്ല എന്ന് പരാതി ഉയർന്നപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടത്. വധശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ കോടതി നിരീക്ഷണങ്ങൾ നടത്തുകയും അന്ന് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ കുറ്റങ്ങൾക്ക് പലതരത്തിലുള്ള ശിക്ഷ വിധിക്കുന്നതും ഓരോ ജഡ്ജിമാരുടെയും മനോഗതിക്കനുസരിച്ചിട്ടുള്ള ആ രീതി നമ്മുടെ രാജ്യത്ത് നിന്ന് മാറണം. സ്വാതന്ത്ര്യം ലഭിച്ച് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമുക്കൊരു വ്യക്തമായിട്ടുള്ള ശിക്ഷാനയം രൂപീകരിക്കുവാനാവാത്തത് ഒരു പോരായ്മ തന്നെയാണ്. അതും ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ച ശിക്ഷാ നിയമം നടപ്പിലായാൽ രാജ്യത്താകെ വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് ഒരു ഏകീകൃത സ്വഭാവം കൈവരും. അപ്പോൾ കുറ്റം ചെയ്തവർ ആരായാലും അത് പണമുള്ളവനും ഇല്ലാത്തവനും ഒരേപോലെയാകും. പക്ഷേ ഇതെല്ലാം നടപ്പിലാക്കുമ്പോൾ വിശദമായിട്ടുള്ള ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും ശേഷമായിരിക്കണമെന്ന് മാത്രം.